നമസ്കാരം. പ്രധാന വാർത്തകൾ. അൻവറിന്റെ പരസ്യ പ്രതികരണം തള്ളി TP രാമകൃഷ്ണൻ. പറയേണ്ടിയിരുന്നത് പാർട്ടിയോട്. അയാൾക്ക് നേരത്തെ ഉന്നയിക്കാമായിരുന്നു, അയാൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം ഒരു പാർട്ടി അംഗമൊന്നുമല്ല. CPM പ്രവർത്തിച്ച എക്സ്പീരിയൻസ് അദ്ദേഹത്തിനില്ല. അപ്പം അത് അദ്ദേഹം മനസ്സിലാക്കുന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരായി ഒരു നീക്കവും പാർട്ടിയിലില്ല. P ശശിക്കെതിരായ ആക്ഷേപം ശരിയെങ്കിൽ നടപടിയുണ്ടാകും. ന്യൂസ് 18 അഭിമുഖത്തിൽ നിലപാട് വ്യക്തമാക്കിയ LDF കൺവീനർ. CPM സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു. അൻവറിന്റെ ആരോപണം ചർച്ചയാകും. പോലീസിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് P ജയരാജൻ. എന്റെ പുറകെ മുമ്പും ഇതുപോലുള്ള വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി പുറകെ നടക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. താനൂരെ ഒരു കേസുമായി ബന്ധപ്പെട്ട അതിലും എന്നെ ഇതിലേക്ക് വലിച്ചേക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചന, അന്ന് മുതലേ ഗൂഢാലോചന സംശയിക്കുന്ന കാര്യങ്ങളാണ്. മുട്ടിൽ മരമുറി കേസിലെ പ്രതികൾക്കെതിരെ DYSP ബെന്നി. അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ DGPക്ക് പരാതി നൽകും. പ്രതികളുടെ ചാനൽ പുറത്തുവിട്ട ബലാത്സംഗ വാർത്ത വ്യാജമെന്നും ബെന്നി. ഞങ്ങൾക്കെല്ലാവർക്കും ഇതിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് വിജിലൻസ് മേധാവിത്വം മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന് മൂന്ന് മാസം കഴിയുമ്പോൾ അദ്ദേഹത്തെ എങ്ങോട്ടാണ് പോസ്റ്റ് ചെയ്തത്? അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തേക്കാണ് പോസ്റ്റ് ചെയ്തത്. ഞാനും അദ്ദേഹം തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാം. ADGP MR അജിത് കുമാറിന് സ്വർണ്ണക്കടത്തിലൂടെ നേട്ടമുണ്ടായെന്ന് ഷാജ് കിരൺ. അജിത് കുമാറും ഷാജ് കിരണുമായുള്ള ചാറ്റ് പുറത്തുവിട്ട് ന്യൂസ് 18. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞതെല്ലാം ശരിയെന്ന് തെളിഞ്ഞെന്ന് സ്വപ്ന. എന്തായാലും ഇപ്പോഴെങ്കിലും ധൈര്യം കാണിച്ചല്ലോ വെളിയിൽ വന്ന കാര്യങ്ങൾ പറയാൻ. കുറച്ചും കൂടി വ്യക്തതയോടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓക്കെ ആയിരുന്നേനെ. ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും കോൺഗ്രസിൽ. ഹരിയാനയിൽ ഇരുവരും സ്ഥാനാർത്ഥികളാവും. കർഷകർക്ക് വേണ്ടിയും രാജ്യത്തിനു വേണ്ടിയും പോരാടിയവരെന്ന് KC വേണുഗോപാൽ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം. കണ്ണൂരിൽ സംഘർഷം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൊള്ളക്കാരുടെ താവളമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ്. ഇവരെ വിചാരണ ചെയ്യുന്ന വലിയ ഒരു സംരംഭത്തിനാണ് ഇന്നത്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് തുടക്കമിടുന്നത്. ഇനി ഓണത്തിരക്കിലേക്ക്. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര. തൃശൂരിൽ പുലികളിക്ക് കൊടിയേറി. തലസ്ഥാനത്ത് പല സ്ഥലങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. സെക്രട്ടേറിയറ്റിലും വെള്ളമില്ല. ക്യാന്റീനും കോഫി ഹൌസും അടച്ചു. തടസ്സപ്പെടാൻ കാരണം ജല അതോറിറ്റി അറ്റകുറ്റപ്പണികൾ. വിശദമായി നോക്കാം. അൻവറിന്റെ പരാതി ഗൌരവതരമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു. പാർട്ടി പരാതി പരിശോധിക്കും. പ്രത്യേക അന്വേഷണ കമ്മീഷൻ ഉണ്ടായേക്കില്ല. അൻവറിന് വിമർശനം. CPM യോഗത്തിൽ PV അൻവർ MLAക്ക് വിമർശനം. അൻവർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. ഈ വിധമായിരുന്നില്ല വിഷയം ഉന്നയിക്കേണ്ടതെന്ന് അഭിപ്രായം. VV അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ,
വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ PV അൻവറിനെതിരെ നേരത്തെ തന്നെ നമ്മൾ LDF കൺവീനറിന്റെ അഭിമുഖത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിരുന്നു, അതൃപ്തി വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും വിഷയം ചർച്ച ചെയ്തു. ഏത് തരത്തിലാണ് വിഷയം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തത്? എന്താണ് നിലപാട്? ഭവ്യ, രണ്ടു തരത്തിലാണ് അൻവറിന്റെ ആരോപണം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചയായത്. ഒന്ന്, അൻവറിന്റേത് ഗുരുതരമായ ഗൗരവമുള്ള ആരോപണമെന്ന അഭിപ്രായം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. അതിൽ പരിശോധന ഉണ്ടാകണമെന്ന അഭിപ്രായവും ഉണ്ടായി. എന്നാൽ അതൊരു പാർട്ടി കമ്മീഷൻ വെച്ചുള്ള ഒരു അന്വേഷണമാകില്ല ഉണ്ടാവുക. കാരണം പാർട്ടി സമ്മേളനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പാർട്ടി കമ്മീഷൻ CPM സംഘടനാ രീതി അനുസരിച്ച് സമ്മേളന കാലത്ത് സാധാരണമല്ല. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഒരു അന്വേഷണ കമ്മീഷനെ വിഷയത്തിലേക്കാൻ CPM തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗുരുതരമാണ്, ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്, പരിശോധന വേണ്ടതാണെന്ന ഒരു അഭിപ്രായമാണ് സെക്രട്ടറി പൊതുവിൽ ഉയർന്നത്. എന്നാൽ അൻവറിനെതിരെയും വിമർശനമുണ്ടായി. കാരണം അൻവർ ഈ വിഷയം അവതരിപ്പിക്കേണ്ടത് ഇങ്ങനെയായിരുന്നില്ല. നേരത്തെ നമ്മോട് CPM സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയായ PP രാമകൃഷ്ണൻ സംസാരിച്ച പോലെ അൻവറിനെ പറയേണ്ടത് മറ്റു വേദികളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ പറഞ്ഞത് ശരിയായില്ല. അത്തരം ആ സ്വഭാവത്തിലുള്ള വിമർശനമാണ് അൻവറിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. അൻവറിന്റെ ഈ ആരോപണം ഉന്നയിക്കാൻ സ്വീകരിച്ച രീതി അത് സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കി എന്ന വിമർശനം കൂടി സംസ്ഥാന സെക്രട്ടറി ഉയർന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചതായിരുന്നു. അരുൺ പ്രധാനമായും LDF കൺവീനർ TP രാമകൃഷ്ണൻ അരുണിനോട് തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹം അതൃപ്തി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ വലിയൊരു വിമർശനത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കടന്നില്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? കൃത്യമായ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ടിയിരിക്കുന്നു. ഏതായാലും വിമർശനമുണ്ടായിരുന്നത് വസ്തുതയാണ്. അൻവറിന്റെ സമീപനത്തോട് അൻവർ ഈ വിഷയം ഉന്നയിച്ച രീതിയോടുകൂടിയാണ്. സ്വാഭാവികമായ ഒരു പാർട്ടി MLAക്ക് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, പരാതി ഉയരുമ്പോൾ അത്തരം കാര്യങ്ങൾ പാർട്ടിയുടെ ശ്രദ്ധയിൽ പെടുത്താം. എന്നാൽ അതിനപ്പുറത്തേക്ക് ഈ രീതിയിലുള്ള ഒരു വിമർശനം ശരിയായില്ല ആണ് പൊതുവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നത്. അതാണ് അതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതും. അൻവറിനെ പൂർണ്ണമായും തള്ളാതെയും കൊള്ളാതെയുമുള്ള ഒരു സമീപനമാകും CPM സ്വീകരിക്കുക. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വൈകിട്ട് 5:30 അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തുന്നത്. അവിടെ CPMന്റെ ഈ വിഷയത്തിലെ ഒരു നിലപാട് അദ്ദേഹം പ്രഖ്യാപിക്കും. P ശശിയുടെക്കെതിരെയുള്ള പരാതി അദ്ദേഹത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയതിനൊപ്പം തന്നെയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും PV അൻവർ കൈമാറിയത്. ആ രീതിയിൽ തന്നെ പാർട്ടി പരിശോധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടെങ്കിൽ അത് നടപടി ഉണ്ടാകുന്ന സൂചന നേരത്തെ നേതാക്കൾ നൽകിയതാണ്. ആ വിഷയം സംസ്ഥാന സെക്രട്ടറിയുടെ വിശദമായി തന്നെ ചർച്ച ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം വിഷയം ചർച്ചയ്ക്കെടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെയാണ് അൻവറിന്റെ ആരോപണങ്ങൾ ഗുരുതരമെന്ന വിലയിരുത്തലും അതിനൊപ്പം തന്നെ അൻവർ ഈ ആരോപണം ഉന്നയിക്കാൻ സ്വീകരിച്ച സമീപനം രീതി ശരിയായില്ല എന്ന വിമർശനവും ഉള്ളത്. തീർച്ചയായും വ്യക്തമാണ്. അരുൺ, ഒരു കാര്യം കൂടി അരുൺ വളരെ വ്യക്തമായി പറഞ്ഞു, അൻവറിനെ തള്ളാതെയും കൊള്ളാതെയുമുള്ള നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ പി ശശിയെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരിടുന്ന ആരോപണങ്ങൾ വളരെ കൃത്യമായി പഠിക്കും, അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്ന് LDF കൺവീനർ നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ആ വിഷയം പി ശശിയെ കുറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം, അദ്ദേഹത്തിന്റെ ആരോപണത്തിനെതിരെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടോ സംസ്ഥാന CPM സെക്രട്ടേറിയറ്റ്? P ശശിക്കെതിരെ തന്നെയാണ് പ്രധാനമായും അൻവറിന്റെ പരാതിയിൽ പറയുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ADGPക്കെതിരെയുള്ള പരാതി സ്വാഭാവികമായും പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് നൽകേണ്ട ആവശ്യമില്ല. അത് P ശശി സംസ്ഥാന സമിതി അംഗത്തിനെതിരെയുള്ള പരാതി ആയതുകൊണ്ടാണ് പാർട്ടിക്ക് മുമ്പിലേക്ക് വന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ P ശശിക്കെതിരെയുള്ള നടപടി ശുപാർശയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ സംസ്ഥാന സെക്രട്ടറിയിൽ ഉണ്ടായതായി നമുക്ക് വിവരം ലഭ്യമല്ല. മാത്രമല്ല ഒറ്റയടിക്ക് ശശിക്കെതിരെ നടപടിയിലേക്ക് CPM പോകാനും സാധ്യതയില്ല. അവിടെയാണ് ഒരു പരിശോധന വേണമെന്ന അഭിപ്രായം സെക്രട്ടറി ഉയർന്നതെന്ന സൂചനകൾ ലഭിക്കുന്നത്. സ്വാഭാവികമായും അതിൽ പരിശോധന ഉണ്ടാകുമ്പോൾ ശശിക്കെതിരെ തെളിവുകൾ അല്ലെങ്കിൽ ശശിയുടെ ഇടപെടലുകൾ തെറ്റായ ഇടപെടലുകൾ തെളിവ് ഉണ്ടെങ്കിൽ മാത്രമേ പാർട്ടി അത്തരം ഒരു നടപടിയിലേക്ക് കടക്കൂ. അതും നടപടിയിലേക്ക് കടക്കുന്നതിനും ഈ സമ്മേളന കാര്യം ആണ് എന്നത് തന്നെ ഒരു തടസ്സമാണ്. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഒരു കമ്മീഷനെ പോലും വെക്കാതെ പാർട്ടി ഒരു പരിശോധനയിലേക്ക് മാത്രം ആദ്യം കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. അരുൺ, പ്രതിരോധത്തിലാക്കി പാർട്ടിയെ PV അൻവർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പാർട്ടി കടക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ അൻവറിനെതിരെ? അൻവറിനെതിരെ ഒരു പാർട്ടി നടപടിക്ക് CPMന് കഴിയില്ല. കാരണം CPMന്റെ അംഗമല്ല PV അൻവർ. ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് CPM സ്വതന്ത്രനായി മത്സരിച്ച ജയിച്ച ഒരു MLA മാത്രമാണ്. അദ്ദേഹത്തിന് പാർട്ടി നടപടി ആരും സാധ്യമല്ല. സ്വാഭാവികമായും CPMന്റെ നിയന്ത്രണത്തിലുള്ള MLA തന്നെയാണ്. അവിടെ പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും അദ്ദേഹം നിയന്ത്രിക്കാമെന്നതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് പോകാൻ
കഴിയില്ല PV അൻവറിനെതിരെ. പക്ഷേ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ താൻ എപ്പോഴും CPM കാരനാണ്, അവസാനം വരെയും CPM കാരനായിരിക്കുമെന്ന് പറയുന്നയാൾ ഇത്തരത്തിൽ CPM-നെ പ്രതിരോധത്തിലാക്കുന്ന നടപടിയിലേക്ക് പോകുമ്പോൾ അവിടെ അദ്ദേഹത്തെ അത്തരം നീക്കുന്ന തിരുത്തുക മാത്രമാണ് CPM-ന് മുന്നിലുള്ള വഴി. അവിടെ ഒരു സംഘടനാ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള അവസരം PV അൻവറിന്റെ കാര്യത്തിൽ CPM-ന്. ശരി, വളരെ വ്യക്തമാണ്. വി അരുണാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. PV അൻവറിനെതിരെയുള്ള പരാതി CPM പരിശോധിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് വിഷയം ചർച്ച ചെയ്തത്. അൻവർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. വിഷയം പുറത്തു പറഞ്ഞതിനും അൻവറിനെതിരെ വിമർശനമുണ്ട്. അപ്പോഴും അൻവറിന്റെ പരാതി അത് ഗൗരവമുള്ളതെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചയായതൊപ്പം P ശശിയുടെ വിഷയവും പാർട്ടി ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ വിമർശനങ്ങൾക്കാണ് കാര്യങ്ങൾ വഴിവെച്ചത്. അൻവറിന്റെ പരാതി പാർട്ടി പരിശോധിക്കുമെന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ പോലും നേരത്തെ PV അൻവറിന് നേരിട്ട് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ പരാതി ഉന്നയിക്കണമായിരുന്നുവെന്നായിരുന്നു ന്യൂസ് 18നോട് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ സാധൂകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും നിലപാട് വ്യക്തമാക്കിയിരിക്കുന്ന. അൻവർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പാർട്ടിയിലായിരുന്നു ഈ വിഷയം ഉന്നയിക്കേണ്ടത്. ഇത് പുറത്ത് പറഞ്ഞത് ശരിയായില്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. VV അരുൺ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, എന്തായാലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കി അൻവർ എന്നതിലേക്ക് തന്നെയാണ് LDF കൺവീനറിനൊപ്പം ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ച ചെയ്തതെന്ന് മനസ്സിലാക്കാമല്ലേ? സംസ്ഥാന സെക്രട്ടറി ഉയർന്നു. അവിടെ പൂർണ്ണമായും അൻവറിനെ ആ രീതിയിൽ പാർട്ടി തള്ളിപ്പറയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായ വിഷയമാണ്. എന്തോ സംഭവിച്ചിട്ടുണ്ട്, എവിടെ എന്തൊക്കെ പാകപ്പഴുണ്ടെന്ന് പൊതുസമൂഹം വിലയിരുത്തിയ വിഷയമാണ്. പാർട്ടിക്കുള്ളിലും അത്തരം അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അൻവറിനെ പൂർണ്ണമായും തള്ളുന്നൊരു സമീപനം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അപ്പോഴും ഈ ഒരു പാർട്ടിക്കെതിരായ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരായ ഒരു നീക്കമായി വളർന്നു വരുന്നുവെങ്കിൽ അതിനെ തുടക്കത്തിലെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും തയ്യാറാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ വിശദീകരണങ്ങൾ മുഖ്യമന്ത്രി സംസ്ഥാന സെക്രട്ടറി നൽകിയോ എന്ന കാര്യമാണ് പ്രധാനമായും വ്യക്തമാകേണ്ടത്. ഏതായാലും അൻവറിന്റെ ആരോപണങ്ങൾ, അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായും ഈ പത്തനംതിട്ട SP-യെ സസ്പെൻഡ് ചെയ്തത്. അവിടെ തന്നെ അതിൽ ഗൗരവ സ്വഭാവമുള്ള വിഷയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധാരണഗതിയിൽ ഇത്തരമൊരു നടപടി ഒരു പൊതുവേദിയിൽ പറയുന്ന ശീലമുള്ളയാളല്ല. പക്ഷേ അൻവറിന്റെ ആരോപണം ഉയർന്ന അടുത്ത ദിവസം തന്നെ അദ്ദേഹം കോട്ടയത്ത് പോലീസ് അസോസിയേറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ പരിശോധന ഉണ്ടാകും, നടപടികളുണ്ടാകും, സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ഒരു വിഷയം അതിൽ എന്തെങ്കിലും ഉള്ളത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും അത്തരമൊരു നിലപാടെടുത്തതെന്ന് വ്യക്തമാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ വളരെ എളുപ്പത്തിൽ അൻവറിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു സമീപനം CPM സ്വീകരിക്കില്ല. പ്രത്യേകിച്ചും CPM സംഘടനാപരമായ വലിയ വെല്ലുവിളികൾ നേരിടുന്ന സമയമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടികൾ പുരോഗമിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു തള്ളിപ്പറച്ചിൽ പൊടുന്നനെ ഉണ്ടാകാൻ സാധ്യതയില്ല. ആ വിഷയം പരിശോധിക്കും CPM, അത് ഉറപ്പാണ്. CPM സംസ്ഥാന സെക്രട്ടറിയും മുന്നണി കൺവീനറും ഒക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഈ പരാതികൾ ഈ അൻവറിന്റെ കത്ത് പരിശോധിക്കുമെന്ന്. അതിനടിസ്ഥാനത്തിലുള്ള പരിശോധന ഉണ്ടാകും. പക്ഷേ ഇവിടെ അൻവർ ഈ വിഷയം അവതരിപ്പിച്ച രീതിയാണ്. ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ മാത്രമാണ് അൻവറിന്റെ ലക്ഷ്യമെങ്കിൽ സ്വാഭാവികമായും അതിന് പറയാൻ അദ്ദേഹത്തിന് വേദികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറയാം, അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിയ പരാതിയുമായി മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ സമീപിക്കാം. പക്ഷേ അൻവറിന്റെ ലക്ഷ്യം അങ്ങനെ ഒരു തിരുത്തൽ മാത്രമായിരുന്നില്ല. പകരം ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയണം, അത് പാർട്ടിയിൽ ചർച്ചയാകണം. പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിച്ച സമയമാണ്. ആ വിഷയങ്ങൾ പാർട്ടി സമ്മേളനങ്ങളുടെ അജണ്ടയായി മാറണമെന്ന കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു നീക്കമാണ് PV അൻവർ നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അത് ഈ രീതിയിൽ ചർച്ചയായത്. അവിടെയാണ് അൻവറിനെതിരെ ഒരു വിമർശനം സംസ്ഥാന സെക്രട്ടറിയിൽ ഉയരുന്നത്. അൻവർ ഈ വിധമായിരുന്നില്ല ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്, ഇങ്ങനെ ആയിരുന്നില്ല ഈ വിഷയം അവതരിപ്പിക്കേണ്ടത്. ഇത് പാർട്ടിയെ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സമീപനമാണ്, പ്രതിരോധത്തിലാക്കിയ നടപടിയായി പോയി. അവിടെയാണ് അൻവറിനെതിരെ വിമർശനം ഉയർന്നത്. കഴിഞ്ഞ സംസ്ഥാന സമിതിയിൽ തന്നെ അൻവറിന്റെ ആരോപണങ്ങളുടെ തുടക്കം സമയമായിരുന്നു. അപ്പോഴും അൻവറിനെ ഈ രീതിയിൽ വിടുന്നത് ശരിയാണോ, അൻവർ ഇത്ര നിലപാടെടുക്കുന്നത് ശരിയാണോ സംശയങ്ങൾ സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്നു. അന്ന് മുഖ്യമന്ത്രിയാണ്
അങ്ങനെ വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് കടക്കേണ്ട കാര്യമില്ല, കാര്യങ്ങൾ വരട്ടെ, അപ്പോൾ പരിശോധിക്കാമെന്ന നിലപാടെടുത്തത്. പക്ഷേ പിന്നീട് അൻവർ പൂർണ്ണമായും മുഖ്യമന്ത്രി ഓഫീസിനും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ വലിയ വിമർശനം ഉന്നയിച്ചാണ് രംഗത്ത് വന്നത്. അതാണ് ഇപ്പോൾ CPM-നെ ഇவ்விധത്തിൽ പ്രതിരോധത്തിലാക്കുന്ന സംഭവമായി കാര്യങ്ങൾ മാറുന്നത്. അവിടെയാണ് പ്രതിപക്ഷം CPM-നെ, സർക്കാരിനെ, മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന്റെ ഓഫീസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായത്. ഇന്നലെ തിരുവനന്തപുരത്തും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിപക്ഷ പ്രതിഷേധമുണ്ട്. യുവജന സംഘടനകളുടെയും ഇന്ന് കോൺഗ്രസിന്റെ ഒരു വലിയ നേതൃവിഭാഗം തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരരംഗത്തിറങ്ങി. അത്തരം ഒരു രാഷ്ട്രീയ സമരത്തിന് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധമായി ഈ വിഷയം മാറിയെന്നത് വസ്തുതയാണ്. അൻവർ കാര്യങ്ങൾ തിരുത്താൻ പാർട്ടിയും സർക്കാരിനെ നേർവഴിക്ക് നയിക്കാനാണ് അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശമെങ്കിൽ സ്വാഭാവികമായും ഈ രീതിയിൽ പ്രതികരണം നടത്തുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നവർ CPM നേതൃതലത്തിൽ തന്നെയുണ്ട്. ആ ഒരു വികാരമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിഫലിച്ചത്. അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അൻവറിന്റേത് ഗുരുതരമായ ഗൗരവമുള്ള ആരോപണം ആണ് എന്ന വാദം കൂടി സംസ്ഥാന സെക്രട്ടറി ഉയർന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, അൻവറിന് വിമർശനമുണ്ട് പാർട്ടിയിൽ നിന്ന്. അൻവർ പാർട്ടി അംഗമല്ല, പാർട്ടിയോടായിരുന്നു അൻവറിന്റെ പ്രതികരണം ഉണ്ടാവേണ്ടത്, ഇത്തരത്തിൽ വിളിച്ചു പറയുകയായിരുന്നില്ല വേണ്ടതെന്ന് തുടങ്ങിയ വിമർശനങ്ങളാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ PV അൻവറിനെതിരെ ഉയർന്നിരിക്കുന്നത്. VV അരുണാണ് വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ, ദയവായി തുടരുക. വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തകളിലേക്ക്. തിരികെ വാർത്തയിലേക്ക്. PV അൻവറിന് നേരിട്ട് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ പരാതി ഉന്നയിക്കണമായിരുന്നുവെന്ന് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ. പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തേണ്ടിയിരുന്നു എന്ന കാര്യം അൻവർ പരിശോധിക്കണം. പാർട്ടി അംഗമല്ലാത്തതിനാൽ അദ്ദേഹത്തിന് പരിചയക്കുറവുണ്ടാകുമെന്നും TP രാമകൃഷ്ണൻ. പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവമാണ് PV അൻവറിന്റെ ഒരു ഇടപെടൽ. ഇടപെടൽ പറഞ്ഞ ഇടപെടൽ. അദ്ദേഹം ഭരണകക്ഷി MLA ആണ്. നിയമസഭയ്ക്കകത്തും പുറത്തും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ CPM-ന് വേണ്ടി വലിയ വാദിക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ശരിക്കും ഈ സർക്കാരിനെയും CPM-നെയൊക്കെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇല്ല, സർക്കാരിനും CPM-നും അതിൻ്റെ ഭാഗമായിട്ടൊരു പ്രതിസന്ധി വരാൻ പോകുന്നില്ല. ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അൻവർ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അയാൾക്ക് നേരത്തെ ഉന്നയിക്കാമായിരുന്നു, അയാൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആരോപണം ഉന്നയിച്ചത്. ഇന്നലെ അദ്ദേഹം ചാനൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ തെളിവ് ശേഖരിക്കുന്ന ജോലിയിലാണ്, കഠിനമായിട്ട് രാവും പകലും ഒക്കെ നിന്നുകൊണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തു, അതാണല്ലോ അടിസ്ഥാനം. ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ പോകും. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ് തലത്തിൽ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച് ഈ പരാതി ശരിയാണെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ഈ പരാതിക്ക് അടിസ്ഥാനമായി നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ടു പറഞ്ഞാൽ സഖാവിന്റെ ഉത്തരവാദിത്വം മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയും സർക്കാരിനെ CPM-ന് ഇങ്ങനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നില്ലല്ലോ. നമ്മുടെ വീഴ്ച അത് അദ്ദേഹം സ്വീകരിക്കേണ്ട നിലപാടാണ്. അദ്ദേഹം ഒരു പാർട്ടി അംഗമൊന്നുമല്ല. CPM-ൽ പ്രവർത്തിച്ച എക്സ്പീരിയൻസ് അദ്ദേഹത്തിന്. അപ്പം അത് അദ്ദേഹം മനസ്സിലാക്കുന്നതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. PV അൻവറിന്റെ പരാതി CPM-നെതിരെ നടക്കുന്ന ഏതെങ്കിലും നീക്കത്തിന്റെ ഭാഗമല്ലെന്ന് LDF കൺവീനർ. ഇതുകൊണ്ട് ഒരിക്കലും പാർട്ടി പ്രതിസന്ധിയിലാവില്ല. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെയല്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ന്യൂസ് 18നോട്. മുഖ്യമന്ത്രി ചുമതല നിറവേറ്റാൻ കരുത്തുള്ളയാളാണ്. എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കും. പാർട്ടിക്കകത്തു നിന്നുള്ള നീക്കമാണ് അൻവറിന്റെ പരാതിക്ക് പിന്നിലുള്ളതെന്ന് വാസ്തവമല്ലാത്തതാണെന്നും പിണറായി വിജയന്റെ പൊസിഷൻ CPM-ൽ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നും ന്യൂസ് 18 കേരളം ചീഫ് കറസ്പോണ്ടന്റ് VV അരുൺ നൽകിയ അഭിമുഖത്തിൽ TP രാമകൃഷ്ണൻ പറഞ്ഞു. നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്, നിങ്ങൾ മീഡിയസ് എല്ലാം ചേർന്നിട്ട് വ്യാഖ്യാനിക്കുന്നതാണ്. അങ്ങനെ നല്ല യാഥാർത്ഥ്യം അതല്ല. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളൊന്നും ഇപ്പം പാർട്ടിയിലില്ല. അത് ആ നിലയിൽ തന്നെ ആരെയും ചോദ്യം ചെയ്യപ്പെടില്ല എന്നല്ല. പാർട്ടിക്കകത്തുള്ള ഒരു ഇന്നർ ഡെമോക്രസി ഉണ്ട്, ഉൾപാർട്ടി ജനാധിപത്യം. ആ ഉൾപാർട്ടി ജനാധിപത്യം പാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. P ശശിക്കെതിരായ പരാതി പാർട്ടിയും സർക്കാരും ഗൗരവത്തോടെ പരിശോധിക്കുമെന്ന് TP രാമകൃഷ്ണൻ. ഇക്കാര്യത്തിൽ പാർട്ടിക്കും സർക്കാരിനും ഒരേ നയമാണെന്നും അദ്ദേഹം.
ഇടവേള. പ്രതികരണങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. തിരികെ വാർത്തയിലേക്ക്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി പകതീർക്കലെന്ന ആരോപണം. മുട്ടിൽ മരമുറി കേസിൽ അറസ്റ്റ് ചെയ്തതിന്റെ പ്രതികാരമെന്നോണമാണ് വീട്ടമ്മയെ കൊണ്ട് പീഡന പരാതി നൽകിയതെന്ന് കേസന്വേഷിച്ച ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. പീഡന പരാതിക്ക് പിന്നിൽ വൻ ഗൂഢാലോചന ആരോപിച്ച ഉദ്യോഗസ്ഥർ നിയമ നടപടിക്കൊപ്പം മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകും. മുട്ടിൽ മരമുറി പ്രതികളെ അറസ്റ്റ് ചെയ്ത ഡിവൈഎസ്പി വി ബെന്നിക്കെതിരെയായിരുന്നു പ്രധാന ആരോപണം. തീർച്ചയായിട്ടും ഇത് ഇന്ന് തുടങ്ങിയ സംഗതി. അതായത് എന്റെ പുറകെ മുമ്പും ഇതുപോലുള്ള വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ വ്യക്തിപരമായി പുറകെ നടക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന താനൂരെ ഒരു കേസുമായി ബന്ധപ്പെട്ട അതിലും എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചന, അന്ന് മുതലേ ഗൂഢാലോചന സംശയിക്കുന്ന കാര്യങ്ങളാണ്. ഈ സംഗതിയും ഇതിലും ഒരു അടിസ്ഥാനമില്ലാത്ത പരാതിയിൽ ഇത്രത്തോളം മോശമാക്കുന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തീർത്തും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് കരുതുന്നത്. മുട്ടിൽ മരമുറി കേസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഞാനാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. 2021 ബത്തേരി ഡിവൈഎസ്പി ആയിരിക്കുന്ന സമയത്താണ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഡിജിപിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്. ആ കേസ് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 43 കുറ്റപത്രം സമർപ്പിക്കേണ്ടതിലെ 6 കുറ്റപത്രങ്ങളാണ് സമർപ്പിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള കുറ്റപത്രങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും തന്നെയാണ് എന്നുള്ളതാണ് സംശയിക്കുന്നത്. പല കേസുകളിലും ഇതുപോലെ രീതിയിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ന്യൂസുകൾ വരുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് ഈ അന്വേഷണത്തിൽ തന്നെ മാറ്റണം എന്നുള്ളത് ഞാൻ ഡിജിപിക്ക് പരാതി കൊടുത്തിരുന്നു. എന്നിട്ടും കണ്ടിന്യൂ ചെയ്യണമെന്ന് ഡിജിപിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് വരുന്നത് ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്ന രീതിയിലാണ് അന്നും ന്യൂസുകൾ കൊണ്ടിരുന്നത്. ആ ആരോപണങ്ങളൊന്നും നോക്കേണ്ടതില്ല, അന്വേഷണം മുമ്പോട്ട് പോകാനാണ് നിർദ്ദേശിച്ചിരുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ഞാൻ അവരെ കണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഇത് പരാതികൾ അന്വേഷിക്കാൻ വേണ്ടി ഡിവൈഎസ്പി ഓഫീസർ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ട്. അദ്ദേഹം പരാതിക്കാരെ വിളിക്കുകയും അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. അന്നും പോലും ഞാൻ കണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. എനിക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. 2 വർഷം മുമ്പുള്ള സംഭവമാണ്. ഇങ്ങനെ പരാതി കിട്ടിയിരുന്നു. പരാതിയിൽ അന്വേഷണം നടത്തിയിട്ട് ഞാൻ അതിന്റെ മുകളിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് ഇതിൽ അടിസ്ഥാനമില്ലെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയാണ് എസ്പിക്ക് കൊടുത്ത പരാതിയാണ്. അന്വേഷിക്കാൻ വേണ്ടി എനിക്ക് തരികയും ഞാനത് അന്വേഷിച്ച് അതിൽ കഴമ്പില്ല, ആ പരാതിയിൽ കഴമ്പില്ല എന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരുന്നത്. കഴമ്പുണ്ടായിരുന്നില്ല. ഞാൻ അന്വേഷിച്ചെന്ന് മാത്രമല്ല, അതിനുശേഷം ഇത് മറ്റൊരു ഡിവൈഎസ്പി, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയെ കൊണ്ട് അന്വേഷിപ്പിച്ച് ആ അന്വേഷണത്തിലും കഴമ്പില്ലാന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് എസ്പി ആ കേസ് അന്ന് ക്ലോസ് ചെയ്ത്, ആ പരാതി അവിടെ ക്ലോസ് ചെയ്തിരുന്നത്. നിയമ നടപടി, ക്രിമിനലായും സിവിലായുള്ള നടപടിയും അതുപോലെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഡിജിപിക്ക് പരാതി കൊടുക്കും. ഇത്തരത്തിൽ ഒരു കേസിന്റെ അന്വേഷണം നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രം ഇങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള ആരോപണം കെട്ടിച്ചമച്ച് ഇങ്ങനെയുള്ള മീഡിയ വഴി, ചാനൽ വഴി പബ്ലിഷ് ചെയ്യുന്നതിനെതിരെ ഒരു നടപടി എടുക്കണം എന്നുള്ളതും തീർച്ചയായിട്ടും പരാതി കൊടുക്കും. ചാനൽ ഉടമയ്ക്ക് കൊടുക്കും, ഉറപ്പാണ്. പരാതി നിഷേധിച്ച് മുൻ പൊന്നാനി SHO വിനോദ് രംഗത്തെത്തി. 2022 ഞാൻ അങ്ങനെ CA ഇരിക്കുമ്പോൾ ഒരു മധ്യവയസ്ക സ്ത്രീ ഡെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന്, അതോ ജ്വല്ലറി എന്നാണോ അറിയില്ല, അത് തിരിച്ചു വരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറി. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് മോശമായി പെരുമാറി. അപ്പോൾ ഈ പരാതി സ്വാഭാവികമായി സ്റ്റേഷനിൽ വന്ന ഉടനെ ആദ്യം PROയുടെ അടുത്താണ് ചെല്ലുക. അന്ന് അവിടെ SI കൃഷ്ണലാലായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് PRO വന്നു. സാർ ഇങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ എങ്കിൽ പെട്ടെന്ന് ഓട്ടോറിക്ഷക്കാരും പ്രതിയൊക്കെ നോക്കണം എന്ന് പോലീസുകാരെ വിട്ടു. അങ്ങനെ ചില പോലീസുകാരോട് പറഞ്ഞു, സാറൊന്ന് ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കുമെതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്തു വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തട്ടുന്ന സ്ത്രീയാണ്. ഏകദേശം രാത്രി 10 മണിയാകുമ്പോൾ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ കോൾ എനിക്ക് ലഭിക്കുകയാണ്. സ്റ്റേഷനിൽ ചില ആളുകൾ പരാതിയായിട്ട് വരുമ്പോൾ ചില ഉദ്യോഗസ്ഥർ കേസെടുക്കാതെ പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് അവർക്ക് വാങ്ങിക്കൊടുത്ത് ബാക്കി തുക ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പം അന്ന് പൊന്നാനി SI ഇപ്പോൾ താനൂരി കേസിൽ സസ്പെൻഷനിലായിട്ടുള്ള കൃഷ്ണലാൽ SI ആയിരുന്നു. അപ്പോൾ ഈ സ്ത്രീ കൃഷ്ണലാലിന്റെ അടുത്താണ് പരാതിയിട്ട് വന്നത്. അപ്പോൾ SI പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്. അതിൽ എന്തോ ഒരു പണം കോംപ്രമൈസ് ആയിട്ടുണ്ട്. അതിൽ കുറെ SIക്കും കിട്ടും. അപ്പോൾ സാർ ഇത് അനുവദിക്കരുത്, അതുകൊണ്ട് നിങ്ങൾ വിവരം തന്നതിന് നൽകി. കാരണം ഒരു CAയുടെ ഫോണിലേക്ക് രഹസ്യ വിവരം എന്ന് പറഞ്ഞ് പലരും വിവരങ്ങൾ പറയും. ഓട്ടോറിക്ഷക്കാരനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ഇതെല്ലാം രേഖകളുള്ളതാണ്. FIR രജിസ്റ്റർ ചെയ്തു. പ്രതിയെ 2 പോലീസുകാർ മഫ്റ്റിയിൽ വിട്ടയച്ച് പ്രതിയെ പിടിച്ചുകൊണ്ടുവന്നു, അറസ്റ്റ് ചെയ്തു, അവനെ റിമാൻഡ് ചെയ്തു. ഓട്ടോറിക്ഷ സീസ് ചെയ്ത് മാസ്റ്റർ പ്രകാരം സീസ് ചെയ്ത് നേരെ ഓട്ടോറിക്ഷ കോടതിക്ക് കൊടുത്തു. ഒരു 10:30 ഈ സ്ത്രീ രണ്ടാമത് ദേഷ്യം പിടിച്ചു വരുന്നുണ്ട്. നിങ്ങൾ കാരണം എനിക്ക് കിട്ടേണ്ട പണമൊക്കെ നഷ്ടപ്പെടുകയാണ്. എന്തിനത് കേസിന്റെ ആവശ്യം? എനിക്കത് ചർച്ച മതിയല്ലോ എന്ന് പറഞ്ഞു. നിയമപരമായ
പരാതിയിട്ട് കേസെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഇനി എന്തുണ്ടെങ്കിൽ നിങ്ങൾ വനിതാ പോലീസ് വിമൻ ഡെസ്കിലിരിക്കുന്ന പോലീസോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. പിന്നെയാണ് അറിയുന്നത് ഈ സ്ത്രീ കൃഷ്ണലാലിന്റെ വീട്ടിൽ മറ്റേ അടുക്കളപ്പണിയൊക്കെ സഹായിച്ചിരുന്ന സ്ത്രീയാണ് എന്ന് വിശ്വസ്തരെന്ന് പറഞ്ഞറിയുന്നത്. പിന്നീട് കൃഷ്ണലാൽ പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ചില വിഷയങ്ങളെ തുടർന്ന് പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തെ ജില്ലാ പോലീസ് മേധാവി ഇതിനെ ഇടപെട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ബെന്നി സാർ സ്റ്റേഷനിൽ വരുന്നത്. വിനോദിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നോ, നിങ്ങളുമായി ഈ സ്ത്രീ സമ്പർക്കമുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ സാർ എന്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം, എന്റെ ലൊക്കേഷൻ നോക്കണം, കണ്ട ആളുകളെ ചോദ്യം ചെയ്യണം. അപ്പം അദ്ദേഹം എന്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകൾ എല്ലാം ഉൾപ്പെടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു. ഞാൻ ഇവർ ആരോപിക്കപ്പെടുന്ന സമയത്തിന്റെ ലൊക്കേഷൻ എല്ലാം നോക്കി. സാറ് വളരെ ക്ലിയർ കട്ടായി 4-5 ദിവസത്തിന് ശേഷം സാറ് കണ്ടെത്തി ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്തു വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു സിംഗിൾ കോൾ പോലും എന്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല. സാർ ആ പരാതി ക്ലോസ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് പരാതിക്ക് പിന്നിലെന്നും ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും മുൻ SP സുജിത് ദാസും പ്രതികരിച്ചു. പരാതിക്ക് പിന്നിൽ സാമ്പത്തിക താൽപര്യം മാത്രമാണെന്നാണ് നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നത്. പരാതി വ്യാജമാണെന്നും പരാതിക്കാരിക്കെതിരായി കണ്ടെത്തലുകളും ഉൾപ്പെടുത്തിയ റിപ്പോർട്ടാണ് നേരത്തെ DGPക്ക് കൈമാറിയത്. മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചതിന് അപ്പുറം പരാതി രേഖാമൂലം ഉന്നയിക്കാൻ ഇതുവരെ തയ്യാറായിട്ടുമില്ല. തിരിച്ചെത്താൻ വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം.